നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു ട്രേഡ് ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ എടുത്തിരുന്നു. അതൊരു ഇമോഷണൽ ട്രേഡ് ആയിരുന്നു. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇമോഷണൽ ട്രേഡുകൾ പലപ്പോഴും നമ്മൾക്ക് നല്ലതായി ഭവിക്കാറില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ഫസ്റ്റ് ട്രേഡ് ഞാൻ എടുത്തത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അപ്പോൾ തന്നെ 0.5% എബോവ് സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഏകദേശം ഒരു 180 രൂപയോളം നമ്മൾ ലോസ് കൊടുത്തിരുന്നു. രണ്ടാമത്തെ ട്രേഡ് നമ്മൾ ബൈയിങ് പൊസിഷൻ ടാറ്റ മോട്ടോഴ്സിൽ തന്നെ അതേ സ്റ്റോക്കിൽ തന്നെ എടുത്തു. ആ ട്രേഡ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 1011 രൂപ 1009 രൂപ 95 പൈസയ്ക്കായിരുന്നു ആ ട്രേഡ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഓർഡർ ബുക്ക് ഞാനൊന്ന് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ സെല്ലാണ് ചെയ്തത്. അത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസിലേക്ക് പോയി. അപ്പോൾ നമ്മൾ എടുത്തത് 9.4 സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിലിൽ തന്നെ എടുക്കുകയായിരുന്നു ചെയ്തത്. രണ്ടാമത് ബൈയിങ് പൊസിഷൻ എടുത്തത് 1 മിനിറ്റിന് ശേഷം ഇത് സെല്ല് ചെയ്ത് മാറിയതാണ്. കാരണം അപ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കവർ ചെയ്തത് പോയി, അത് സെല്ല് ചെയ്ത് മാറി. അതിന് ശേഷം വീണ്ടും ഒരു ബൈയിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ 9.18 കൂടിയാണ് എടുത്തത്. 1009 രൂപ 95 പൈസക്ക് എടുത്തു. ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസും സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കുന്നതാണ്. 1004 രൂപ 80 പൈസക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1020 രൂപ നമ്മൾ ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 1013 രൂപ അറൗണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ വന്നാൽ ഹിറ്റാവും. അപ്പോൾ ഫസ്റ്റ് എടുത്ത ആ ട്രേഡ് നമുക്ക് ആക്ച്വലി ഗുണപ്പെട്ടില്ല. അതൊരു ഇമോഷണൽ ട്രേഡായിരുന്നു. അപ്പോൾ ഇമോഷൻ ആണ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇമോഷനാണ് നമുക്കിവിടെ ഏറ്റവും വലിയ നഷ്ടം ട്രേഡേഴ്സിന് ഉണ്ടാക്കി തരുന്നത്. ഇല്ലെങ്കിൽ 90% ഓഫ് നമ്മുടെ ട്രേഡിങ്ങും വിജയത്തിന് വേണ്ടത് സൈക്കോളജിയാണ്, ലോജിക്കലല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഒത്തിരി എക്സ്പേർട്ടായിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവർ പോലും പലപ്പോഴും ഇമോഷണലി ട്രേഡ് എടുക്കേണ്ടി വരുന്നു, അങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ പല ഇൻ്റർവ്യൂകളിലും. അതുതന്നെയാണ് നമുക്കും ഇന്ന് സംഭവിച്ചത്. കുഴപ്പമൊന്നുമില്ല, നമ്മളിവിടെ വന്ന് ടാർഗറ്റ് ഹിറ്റ് ആയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രോഫിറ്റിലായിരിക്കും. ഇപ്പോൾ 60 രൂപ ലോസിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിലാവും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ന് വരെയുള്ള ട്രേഡിങ്ങിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ ഡെയിലി ജേണലാണ്. നമ്മൾ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 40ാമത്തെ ദിവസമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ നെറ്റ് 321 രൂപ ലോസിലാണ്. ഫസ്റ്റ് മന്ത് നമ്മൾ 617 രൂപ ലോസിലായിരുന്നു. സെക്കൻഡ് മന്ത് നമ്മൾ 889 രൂപ പ്രോഫിറ്റിലായിരുന്നു. ആ മാസം നമുക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് 17% കിട്ടിയിരുന്നു. ഈ മാസം നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ 594 രൂപ ലോസിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ 5 ഡേയ്സ് കണ്ടിന്യൂസ് ലോസിലാണ്. ഇന്നിപ്പോൾ പ്രോഫിറ്റിൽ വരുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മാസത്തെ ഫസ്റ്റ് പ്രോഫിറ്റായിരിക്കും ഇന്നിപ്പോൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ലോസിനെ ഇപ്പോൾ ജസ്റ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തും എന്നാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആദ്യമായിട്ട് ഈ മാസത്തെ നമ്മുടെ പ്രോഫിറ്റിലേക്ക് നമ്മളെത്തും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമയം എടുത്തേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പോസ് ചെയ്യുവാണ്, നിങ്ങളെ അറിയിക്കാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഫസ്റ്റ് 1 മിനിറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് 90% ഓഫ് ടൈമും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കാണാറുണ്ടെന്ന്. നമുക്ക് ഈ ക്യാൻഡിലും അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റ് ഈ ക്യാൻഡിലിൻ്റെ തീരുവാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ഓപ്പൺ ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. മൂവ് ചെയ്തേക്കുന്ന മുകളിലേക്കാണ്. സോ റെഡ് ക്യാൻഡിൽ വരാനൊരു സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഇനി റെഡ് ക്യാൻഡിൽ വന്നാലും കുഴപ്പമില്ല. ആ റെഡ് ക്യാൻഡിലിന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അത് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെയുള്ളൊരു വലിയ മൂവിലാണ് കലാശിക്കാൻ സാധ്യത. അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അങ്ങനെ ആ ക്യാൻഡിൽ നമ്മൾ സാധാരണ കാണാറുള്ള പോലെ തന്നെ റെഡായിട്ട് അവസാനിക്കുവാണ്. പക്ഷെ കുഴപ്പമില്ല, ഇത് നല്ലൊരു ലക്ഷണമാണ്. കാരണം ഈ റെഡ് ക്യാൻഡിലിനെ ഇനി മുകളിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് വളരെ വേഗം ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ വന്നേക്കുന്നത് നമുക്ക് നല്ലതാണ്.
ഇപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിനെ സപ്പോർട്ട് വെച്ചുകൊണ്ട് മുകളിലേക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യക്തികളെല്ലാവരും ഇവിടം വരെ വന്നപ്പോൾ അവർക്കൊക്കെ ഏകദേശം ഒരു 1% കിട്ടി. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ എക്സിറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എക്സിറ്റ് എടുത്ത സമയത്ത് അപ്പോൾ ഇൻട്രാഡേ ഇന്ന് ചെയ്യുന്നവരായിരിക്കാം, അതേപോലെ കുറച്ച് നാളായിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കാം. ഇത്രയും വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് ആയപ്പോൾ അവർ എക്സിറ്റ് എടുത്തിട്ടുണ്ട്. സോ മാർക്കറ്റ് അപ്പോൾ എക്സിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ചെയ്തവരൊക്കെ എക്സിറ്റ് ചെയ്യുമ്പോൾ സെൽ ഓർഡേഴ്സാണ്, മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നു. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒപ്പം തന്നെ ഇവിടെ വേറൊരു കാര്യവും നമ്മൾ പഠിച്ചത് നടക്കുന്നുണ്ട്. അതായത് ഈ 2 പ്രൈസ് ആക്ഷൻ ലൈനുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ലൈനുകളുടെ മധ്യഭാഗമാണിത്. ഈ മധ്യഭാഗത്താണ് മാർക്കറ്റ് ഇവിടെ റിവേഴ്സ് ആയേക്കുന്നത്. ഓക്കെ, അപ്പോൾ മധ്യഭാഗത്തു നിന്ന് റിവേഴ്സായി പലപ്പോഴും താഴത്തേക്ക് പോരുന്നത്, ഇല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് അത് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ടാർഗറ്റിൽ നിന്ന് കിട്ടില്ല, വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസും കൂടെ കിട്ടാം. അതല്ല, ഇന്ന് മാർക്കറ്റ് മുന്നിലേക്ക് തന്നെയാണ് പോകുന്നത്, ഇതിനെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ നമുക്കത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അടുത്ത ക്യാൻഡിലും ക്ലോസ് ചെയ്യുവാണ്. അത് ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എടുക്കാനുണ്ടായിരുന്ന കാരണം, പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സാണ് ഹൈ ചേഞ്ച് കാണിച്ചിരുന്നത്. 1.14% ചേഞ്ചാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സിൽ നമ്മളിന്ന് ട്രേഡ് എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് 1 മിനിറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുവാണ്. പക്ഷേ ഇത് എൻ്റെ ഒരു പ്രതീക്ഷ ഈ ക്യാൻഡിൽ ഗ്രീനായിട്ട് ക്ലോസ് ചെയ്യുമെന്നാണ്. ഇവിടെ ഈ റെഡ് ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തത് മുകളിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്തേക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലാം സാധ്യതകൾ മാത്രമാണ്. എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഈ ക്യാൻഡലിൻ്റെ അവസാനത്തേക്ക് നോക്കിയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ തോന്നലുകളൊക്കെ ഏകദേശം തെറ്റായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ മധ്യഭാഗത്തു നിന്ന് ഇന്ന് റിവേഴ്സ് എടുക്കുകയായിരിക്കാം ഇത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ സപ്പോർട്ട് ലൈൻ അത് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസും കൂടെ കിട്ടും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. എന്തായാലും ഈ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഈ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മളൊന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ 1:2 ഈ 1:2 എടുത്തിട്ട്, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ വലിയൊരു റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇൻഡെക്സിൽ വന്നിട്ട് മാർക്കറ്റ് കൃത്യം ഈ 2 പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ മധ്യഭാഗത്ത് സപ്പോർട്ട് എടുക്കുവാണ്. നമ്മുടെ സ്റ്റോക്കിൽ നമുക്ക് മധ്യഭാഗത്ത് റെസിസ്റ്റൻസ് കിട്ടിയ അതേ സമയത്ത് മാർക്കറ്റ് ഇൻഡെക്സ് സപ്പോർട്ട് എടുക്കുവാണ്. സോ ദാറ്റ് നമുക്ക് കുറച്ച് പ്രതീക്ഷ വയ്ക്കാൻ ഒരു വകയുണ്ട് അവിടെ. എന്ത് തന്നെ സംഭവിച്ചാലും പ്രശ്നമല്ല, നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് എത്തിയിരിക്കുവാണ്. അത് ഹിറ്റ് ചെയ്താൽ ഇന്ന് നമ്മൾ ട്രേഡ് ഇവിടം കൊണ്ട് നിർത്തുന്നതാണ്. നമുക്കൊന്ന് കണ്ടേക്കാം. നമ്മൾ ആക്ച്വലി ഒരു ദിവസം എടുക്കാവുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ ഇരട്ടിക്ക് മുകളിൽ ഇന്നത്തെ കണക്കിൽ വരുവാണ്. ഈ സ്റ്റോപ്പ് ലോസും കൂടെ ഹിറ്റ് ചെയ്താൽ ഈ മാസത്തെ നമ്മുടെ തിരിച്ചുവരവ് കുറച്ചധികം ബുദ്ധിമുട്ടിലാകും. കാരണം ഓൾറെഡി നല്ല ലോസിലാണ് ഉള്ളത്. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്യും. അതിനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് ഇവിടം കൊണ്ട് അവസാനിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് എഗൻസ്റ്റ് ഇട്ടച്ച ഓർഡർ ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് സംഭവിച്ചത്, ഇവിടെ വെച്ച് നമ്മൾ ഇമോഷണലി താഴത്തേക്ക് പോരും, അവിടെ ആ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് പോരുമെന്ന ഒരു മുൻധാരണ പ്രകാരം ഇന്ന് സെല്ല് ചെയ്തു എന്നുള്ളതാണ് നമുക്കിന്ന് സംഭവിച്ച കുഴപ്പം.
അവിടെ സെല്ലിന് പകരം അവിടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ പോയിന്റിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ബൈ ആണ് ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് എന്നവിടെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് ഹിറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ പോലും നമ്മളിപ്പോഴും ട്രേഡിലുണ്ടായിരുന്നേനെ. അപ്പോൾ നമ്മൾ കുറച്ച് ധൃതി കാണിച്ചു. അപ്പോൾ ഇമോഷൻ ആണ് ട്രേഡിൽ നമ്മൾ വിജയിക്കുമോ വിജയിക്കില്ലയോ എന്ന് തീരുമാനിക്കുന്ന പ്രധാന ഘടകം. ഇന്നിപ്പം 302 രൂപ നമ്മളിവിടെ ലോസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ജേണൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. തീയതി ജൂലൈ. നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ ഇന്നിപ്പോൾ ലോസ് 302 രൂപ 40 പൈസ നമുക്ക് നെറ്റ് ലോസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടിപ്പോൾ നമുക്ക് 6 ഡേയ്സ് കണ്ടിന്യൂസ് ലോസ് കിട്ടിയിരിക്കുകയാണ്. 6 ഡേയ്സ് ലോസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര കുഴപ്പമുള്ള കാര്യമല്ല, സ്വാഭാവികം, സംഭവിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഇത്രയും ലോസ് കൊടുത്തത്, ഈ 302 രൂപ കൊടുത്തത് അതൊരു തെറ്റാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. നമ്മൾ 125 രൂപയാണ് നമ്മുടെ കണക്കിൽ പറഞ്ഞേക്കുന്നത്, അത്രയേ കൊടുക്കാൻ പാടുള്ളായിരുന്നു. ഇതിന് മുമ്പ് നമുക്ക് ഹയസ്റ്റ് ലോസ് വന്നേക്കുന്നത് 4 ദിവസങ്ങളാണ്. ഇതൊരു കണ്ടിന്യൂസ് 4 ഡേയ്സ് നമുക്ക് ലോസ് ഉണ്ടായിരുന്നു. ഒപ്പം നമുക്ക് ഹയസ്റ്റ് പ്രോഫിറ്റ് കണ്ടിന്യൂസ് വന്നേക്കുന്നത് 6 ദിവസമാണ്. അപ്പോൾ സെയിം 6 ദിവസം ഇപ്പോൾ ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് തെറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ലോസ് വന്നത്, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ലോസ് വരേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മാസത്തെ നെറ്റ് ലോസ് 896 രൂപ ലോസ് ആയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ പ്രോഫിറ്റ് എല്ലാം ഈ മാസം അങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടെ കൊണ്ട് തീരുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.